രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം തുടങ്ങി എന്ന് മനസ്സിലാക്കുന്നു. ക്രൈംബ്രാഞ്ചിലെ ഡിവൈഎസ്പി ബിനുകുമാർ മാറി പകരം ഡിവൈഎസ്പി ഷാജി എന്നയാളാണ് അന്വേഷണം നടത്തുന്നതെന്നാണ് വരുന്ന വാർത്തകൾ. എത്രത്തോളം ശരിയെന്ന് അറിയില്ല. എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് എടുത്തിരിക്കുന്ന കേസിനകത്ത് 3 വകുപ്പുകളാണ് പ്രധാനമായി പറയുന്നത്. സ്ത്രീകളെ ശല്യം ചെയ്ത് സ്റ്റോക്കിംഗ്, അങ്ങനെ പിന്തുടർന്ന് ശല്യം ചെയ്യുന്നതെന്ന്, അവരെ ഭീഷണിപ്പെടുത്തുന്ന ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ, മറ്റൊന്ന് അശ്ലീല സന്ദേശങ്ങൾ അയച്ചു വന്ന് ഒബ്സീനായിട്ടുള്ള സന്ദേശങ്ങൾ, വേറൊന്ന് ആരുടെയോ ഗർഭം അലസിപ്പിച്ചു എന്ന്. ഇത് 3-4 ആരോപണങ്ങളാണ് അന്തരീക്ഷത്തിൽ നിൽക്കുന്നത്. ആരോപണത്തിന് ഒന്നിനും പിതൃത്വം ഏറ്റെടുക്കാൻ ആരുമില്ല. ഇൻഡയറക്റ്റ് എവിഡൻസ് ആണ് അന്തരീക്ഷത്തിൽ കൂടെ പറന്നു വരുന്നത്. അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റ്യൻ ഒരാളുടെ മൊഴി ഇന്ന് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങർക്ക് നേരിട്ട് ആരെയും പരിചയമില്ല, അറിവില്ല. പക്ഷേ ചാനലിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഷിൻഡോ സെബാസ്റ്റ്യൻ എന്ന അഡ്വക്കേറ്റ് ക്രൈംബ്രാഞ്ചിൽ മൊഴി കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന് ആരാണ് ഇതിനകത്ത് പരാതിക്കാരി എന്ന്, അല്ലെങ്കിൽ പരാതിക്കാരി ഉണ്ടോ എന്നോ, അങ്ങനെ ഒരാളുടെ പേരുണ്ടോ എന്നോ, അങ്ങനെ ഒരാളുടെ അഡ്രസ്സ് ഉണ്ടോ എന്നും അദ്ദേഹത്തിന് നിശ്ചയമില്ല. അദ്ദേഹം ആധാരമാക്കുന്നത് ചാനലിൽ വന്ന വാർത്തകൾ. 6 പരാതികൾ ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ പോലീസിന് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഈ വാർത്തകൾ കൊടുത്തു പിടിച്ചു എന്നൊക്കെ ആയാലും ശരി, അത് പിടിപ്പിക്കപ്പെട്ട ആളോ അല്ലെങ്കിൽ അതിന് ദുരവസ്ഥ അനുഭവിച്ച ആളോ ആരും ഇതുവരെ രംഗത്ത് കണ്ടിട്ടില്ല. അന്തരീക്ഷത്തിൽ കൂടെ ഒരു ഗർഭം ഉണ്ട് എന്നും അതിന് ഉത്തരവാദി ആരെന്നോ, അല്ലെങ്കിൽ ആ ഗർഭം ധരിച്ച സ്ത്രീ ആരെന്നോ ആർക്കും അറിയില്ല. അങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ആരോപണങ്ങളാണ് ഇപ്പം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് BNS 351, 351 (4) അങ്ങനെയൊക്കെ വരാം. എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിങ്, ഒരു സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്യുന്നത്, ഭീഷണിപ്പെടുത്തൽ, അവരെ ഗർഭം ഒക്കെ ഉണ്ടെന്നും അത് അലസിപ്പിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ കൊന്നുകളയും എന്നൊക്കെയുള്ളൊരു ഭീഷണി, ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ. അത് എന്നൊരു വാദിയില്ല, എങ്കിലും ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ. അത് പിന്നെ അശ്ലീല സന്ദേശങ്ങൾ, മോശമായ സംസാര രീതികൾ, അത് തന്നെയല്ല, ഗർഭചിത്രം നടത്തിയ ഒരു സ്ത്രീയെ, അവശയായ ഒരു സ്ത്രീയെ ഒരു ചാനലിലെ ലേഡി പറയുന്നു താൻ കണ്ടുപിടിച്ചു എന്ന്. ഇങ്ങനെയൊക്കെയുള്ള അങ്ങും ഇല്ലാത്ത ഇൻഡയറക്റ്റായ എവിഡൻസുകളാണ് പലരും കൊടുക്കുന്നത്. അതൊന്നും ഇന്ത്യയിലെ ഒരു പ്രോസിക്യൂഷൻ സ്റ്റെപ്പ് എടുക്കാൻ പര്യാപ്തമല്ല. പക്ഷെ വാദിയില്ലാതെ കേരള ക്രൈംബ്രാഞ്ച് ഈ ഇൻഡയറക്റ്റ് വിവരങ്ങൾ വെച്ചിട്ട് ഒരു കേസെടുത്ത് എന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. അതിനകത്ത് വാദി ആരെങ്കിലും ഉണ്ടോ, ഈ പറഞ്ഞ ആരോപണത്തിൽ ആരെങ്കിലും അനുഭവസ്ഥരുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമം. അങ്ങനെ വാദിയില്ലാതെ ഇതുപോലെയുള്ള, അല്ലെങ്കിൽ അത് കണ്ട ഒരാളോ അത് നേരിട്ട് വിറ്റ്നസ് ചെയ്ത ഒരാളോ ഒന്നും രംഗത്ത് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു കേസ് ഇന്ത്യയിൽ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് സംശയമാണ്. പരാതിപ്പെടുവാൻ ആളുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് കേരള പോലീസ് അതിനകത്ത് കേസെടുത്തിരിക്കുന്നത്. വാദിയുള്ളത് എത്രയോ കേസ് എടുക്കാതെ പോലീസ് സ്റ്റേഷനിലേക്ക് നിന്ന് ആൾക്കാരെ വെറും കൈയോടെ പറഞ്ഞയച്ച് അവർ കരഞ്ഞുകൊണ്ട് പോകുന്ന ചരിത്രമൊക്കെ നമുക്കറിയാം. ഇത് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു 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 ആരോപണമാണ് എന്ന് പറയാമെങ്കിലും പൊളിറ്റിക്കലായിട്ട് ആരോ നിഗ്രഹിക്കാൻ വേണ്ടി തന്നെ എന്ന് പറയാം. അതിനെ ഇന്ത്യയിലെ നിയമവ്യവസ്ഥകൾ ദുരുപയോഗം ചെയ്യുന്നത് ശരിയല്ല. അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റ്യന് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എവിഡൻസ് ആണ്. അദ്ദേഹത്തിന് ആരുടെയും പേര് സജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആരോപണത്തിനകത്ത് 67
ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന ഒബ്സീനായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് ഇതിനകത്തെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് 3 വർഷം മുതൽ 10 വർഷം വരെ തടവ് അനുഭവിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. അശ്ലീല സന്ദേശങ്ങൾ അയക്കുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ആ കേസ് എടുക്കാം, പക്ഷെ വാദിയില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡിജിറ്റലായിട്ട് ആ എവിഡൻസ് ഉണ്ടെങ്കിൽ, ആ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അത് ടേക്ക് ഓവർ ചെയ്ത് അത് എവിടെ നിന്നാണ് അതിൻ്റെ സോഴ്സ് എന്ന് കണ്ടുപിടിച്ച് നടപടിയെടുക്കാൻ സാധിക്കും 67-ന്. അതേസമയത്ത് അത് കള്ളമാണ്, വെറുതെയാണ് ഈ ആരോപണങ്ങൾ കൊണ്ടുവന്നത്, ഇത് ഡിജിറ്റലായിട്ട് വന്ന ആരോപണങ്ങളാണ് എന്ന് പറഞ്ഞ് അതിനകത്ത് ഒഫൻസ് ഉണ്ട്, അതിനകത്ത് കുറ്റങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ച് കൊടുത്ത് ഒരു കേസ് എടുത്താൽ 66 ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് കുറ്റകരമാണ്. അപ്പോൾ ഇരുതല മൂർച്ചയുള്ള സംഗതികളാണ് ഇപ്പം വരുന്നത്. വാദിയായിട്ട് ഒരാൾ വന്ന് ഇങ്ങനെയൊക്കെ സംഭവം നടന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പണി വരും, സംശയമില്ല. അതുപോലെ തന്നെ ക്രിമിനൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ ആരെങ്കിലും, അതിന് വാദിയില്ല. ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ ആൾക്ക് എങ്ങനെ ആ വിവരം കിട്ടി? ഇപ്പോൾ ഷിൻഡോ സബാഷിൻ്റെ മൊഴി അനുസരിച്ച് 4 പത്രക്കാർ അല്ലെങ്കിൽ 4 സോഷ്യൽ മീഡിയക്കാർ അല്ല 4 TV-ക്കാർ 4 മീഡിയക്കാർ ആരും തന്നെ ആകാം, 4 പേര് ഈ വിവരങ്ങൾ വനിതാ മാധ്യമ പ്രവർത്തകരുടെ മൊഴി എടുക്കും എന്നാണ് വരുന്നത്. കാരണം ഇതുപോലെയുള്ള വാർത്തകൾ പടച്ചുവിടുമ്പം അത് പടച്ചുവിട്ട ചാനലിലെ അവിടുത്തെ ആങ്കറോ അവിടുത്തെ വാർത്ത വായിച്ചതോ അത് ഡിസ്ക്ലോസ് ചെയ്തവരോ അവരുടെ ആ വാർത്തകൾ അന്തരീക്ഷത്തിലുണ്ട്, സോഷ്യൽ മീഡിയയിലുണ്ട്. അവരെ ക്രൈംബ്രാഞ്ച് വിളിച്ച് ചോദ്യം ചെയ്യാൻ പോവുകയാണ്. ഇന്ന് വിളിക്കുമെന്നാണ് പറയുന്നത്. അവർക്കെങ്ങനെ കിട്ടി ആ സോഴ്സ്? ഇമാജിനേഷനായിരുന്നോ, സങ്കല്പത്തിലാണോ, അത് ഇൻ്റർപ്രറ്റ് ചെയ്തതാണോ, അത് അവരുടെ സോഴ്സ് വെളിപ്പെടുത്താൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണോ, എന്തോ ആയിക്കോട്ടെ. ആ 4 വനിതാ മാധ്യമ പ്രവർത്തകരെ വിളിക്കും. അതിനകത്ത് ഇപ്പം 3 പേരുടെ പേര് ആവന്തിക, അവർ ഏതായാലും ഇനി സോഷ്യൽ മീഡിയയിൽ അവരുടെ വന്ന ചില വാർത്തകളുണ്ട്. അതനുസരിച്ച് താനും രാഹുൽ മാങ്കൂട്ടവും തമ്മിൽ സൗഹൃദത്തിലാണ്, എൻ്റെ അടുത്ത് അയാൾ മോശമായിട്ടൊന്നും പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിനി അവർക്ക് നിഷേധിക്കാം. അപ്പോൾ അവരുടെ മൊഴികൾക്കൊന്നും വിലയില്ലാതെ വരും. കൂടെ പറയുകയും കൂടെ നിഷേധിക്കുകയും ചെയ്യുന്നത് ഒരു മൊഴി കോടതിയോ പോലീസോ സ്വീകരിക്കത്തില്ല. അതുപോലെ തന്നെ ഈ റിനി എന്ന പെൺകുട്ടി പറഞ്ഞിരിക്കുന്ന വിവരം ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ നന്നാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ആ കുട്ടി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആളുടെ പേര് വെളിപ്പെടുത്താൻ തയ്യാറുമല്ല, അങ്ങനെ വെളിപ്പെടുത്തേണ്ട ആവശ്യവുമില്ല. ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ ഒന്ന് നന്നാക്കാനായിട്ട് ഇറങ്ങി പൊളിച്ച ഒരു പെൺകുട്ടിയാണ് റീന. അവർക്ക് രാഷ്ട്രീയ നേതാക്കന്മാർ ഇരുപക്ഷത്തുമുള്ളവരിലായിട്ട് നല്ല സൗഹൃദമുള്ള ഒരു പെൺകുട്ടിയാണ്. എന്തിനാണ് ഇത് വിളിച്ചു പറഞ്ഞതെന്ന് അവർ പറയേണ്ടി വരും. പക്ഷെ അവരെ ഒരു കാര്യത്തിൽ അവർ വളരെ ഉറപ്പോടെ നിൽക്കുന്നുണ്ട്. കാരണം ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവർ ഒന്ന് നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ച് അവർ ചില വാക്കുകൾ പറഞ്ഞു വന്ന്, അപ്പം അതിന് ഒരു പ്രസക്തിയുമില്ല. പിന്നീട് ഇവിടെ ഒരു പെൺകുട്ടി ഗർഭചിത്രം നടത്തിയ പെൺകുട്ടിയെ കണ്ടു എന്ന് പറഞ്ഞൊരു വനിതാ മാധ്യമ പ്രവർത്തക പറയുന്നുണ്ട്. എന്താ അവർ ഡിസ്ക്ലോസ് ചെയ്യട്ടെ. അവരുടെ അടുത്ത് രഹസ്യമായിട്ടൊരു കാര്യം പറഞ്ഞതാണെങ്കിൽ അത് ഇവർ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. കാരണം അത് പറഞ്ഞു പോയാൽ അതിലുണ്ടാകുന്ന ഡാമേജിന് വനിതാ മാധ്യമ പ്രവർത്തക സമാധാനം പറയേണ്ടി വരും. അങ്ങനെ ഇരുതല മൂർച്ചയുള്ള വാളുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അംഗം വെട്ടുന്നത്. സൂക്ഷിച്ചു വേണം. കാരണം രാഷ്ട്രീയക്കാരോട് അവരുടെ ഇംഗിതത്തിനനുസരിച്ച് ഫോർത്ത് എസ്റ്റേറ്റുള്ളവരോ അതുപോലെ തന്നെ നിയമജ്ഞരായ അല്ലെങ്കിൽ പോലീസോ കടന്ന് തുള്ളിയാൽ തീർച്ചയായിട്ടും അതിന് തിരിച്ചടി ഉണ്ടാവും എന്നാണ് ഞാൻ കാണുന്നത്. ഏതായാലും ഇങ്ങനെ ഒരു അന്വേഷണ രീതി സ്വീകരിച്ചാൽ അതിനെന്തെങ്കിലും
റിലയബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യവും പ്രസക്തമാണ്. എന്തായാലും ഒരു FIR എടുത്തു എന്ന് പറയുന്നു, ശരിയാണോ എന്നറിയില്ല. അതിനൊരു സോമോട്ടോ ആണോ അതോ ഷിൻഡോ സെബാസ്റ്റ്യൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണോ? എന്തായാലും അദ്ദേഹത്തിൻ്റെ മൊഴി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം സിറ്റി പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് വന്നു എന്നറിയില്ല. 0 FIR പുതിയ BSNL വെച്ചിട്ട് 0 FIR എടുക്കാം. ആ 0 FIR കള്ളമായാൽ ആ FIR കൊടുത്തയാളെ തീർച്ചയായിട്ടും പണിഷ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഏതൊക്കെ രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കുരുക്കാനായിട്ട് ശ്രമം നടത്തുന്നത്, അതിനകത്ത് ഭാഗമാക്കാവുന്ന ആൾക്കാർക്ക് പരിക്കേൽക്കും ഈ സോഷ്യൽ മീഡിയയിൽ കൂടെയുള്ള ഈ കസർത്തിൽ. കാരണം ആരും ചിന്തിക്കാത്ത രീതിയിൽ അന്തരീക്ഷത്തിൽ നിന്നാണ് ഒരു ആരോപണം, വളരെ സീരിയസ് ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ ആരും ഒരു ആരോപണം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ശബ്ദ സന്ദേശം ആണ് എന്ന് പറഞ്ഞ് ചില ശബ്ദ സന്ദേശങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഒരിടത്ത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും ഇട്ട് അദ്ദേഹം പറയുന്നതായിട്ട് അതേ ശബ്ദത്തിൽ വരുന്നുണ്ട്. മറുഭാഗത്ത് ശബ്ദം വളരെ ബ്ലീക്കായിട്ടാണ് കേൾക്കുന്നത്, ആരാണെന്ന് അറിയത്തില്ല. അങ്ങനെയും സൃഷ്ടിച്ചു വിട്ടതാകാം. ഇപ്പോഴേ ഒരാളുടെ ശബ്ദവും ഒരാളുടെ മുഖവും എല്ലാം നമുക്കറിയാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അനുസരിച്ച് ആരുടെ വേണേലും ലോകത്ത് നമുക്ക് സൃഷ്ടിക്കാം, ഏത് വിധത്തിൽ വേണേലും ചെയ്യാം. അങ്ങനെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉറവിടം കാണണം, അതേ കയറി കൊത്തിയ ഒരാളാണെന്നോ അറിയണം. ആരുടെ ഇൻട്രസ്റ്റിലാണ് ഇതുപോലെയുള്ളത് രംഗങ്ങൾ, ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയിൽ കൂടെയുള്ള ഈ രീതിയിലുള്ള കാര്യങ്ങൾ പടച്ചുവിടുന്നത്? ആരുടെ വരുതിക്കാണ്, ആരുടെ ഇംഗിതത്തിനാണ്, ആരാണ് അതിൻ്റെ പിന്നിൽ കളിച്ചത്? അവരെ കണ്ടെത്തട്ടെ പോലീസ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം അന്വേഷിക്കുന്ന രാഹുൽ മാങ്കൂട്ടം കുറ്റം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ രീതിയിൽ ആരോപണം കൊണ്ടുവന്ന ആരായാലും ശരി, അത് കോൺഗ്രസ് നേതാക്കളായാലും ശരി, CPM-ൻ്റെ നേതാക്കളായാലും ശരി, BJP-ക്കാരായാലും ശരി, ആരായാലും ശരി, അദ്ദേഹത്തിന് പേരിൽ ഈ പറഞ്ഞ ഒരു ആരോപണമില്ലെങ്കിൽ അദ്ദേഹത്തിന് എതിരായി ശബ്ദിച്ച കോൺഗ്രസ്സിലുള്ള ലേഡീസ് ഉണ്ട്, സമൂഹത്തിലെ സോഷ്യൽ മീഡിയയിലുള്ളവരുണ്ട്, അതുപോലെ എല്ലാ പാർട്ടികളിലുള്ളവരുണ്ട്. അവരെ എല്ലാം കൂടെ ചേർത്ത് പ്രതികളാക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പോലീസിന് സാധിക്കണം. ഇല്ലെങ്കിൽ അത് ഡാമേജാണ്. അത് ഡാമേജ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥ സമാധാനം പറയേണ്ടി വരും.